Hi everyone, this is Rinsi from Groww Malayalam channel. ഇന്നൊരു വളരെ പ്രമുഖമായ ഒരു സെഗ്മെന്റിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ അത് ഇന്ത്യയിൽ മാത്രമല്ല ആകെ എക്സ്പോർട്ടിന്റെ 70% നടത്തുന്നുണ്ട്. ഇന്നത്തെ സ്റ്റോക്ക് ഏതാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റിംഗ് ആണെന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം സമയം കളയാതെ ഞാൻ ഇന്നത്തെ മോണോപോളിസ് ഇക്കോണമിനെ കുറിച്ച് തന്നെ നേരിട്ട് സംസാരിക്കാം. അപ്പോൾ ഈ ഒരു കമ്പനി പ്രധാനമായിട്ട് ഇൻഡസ്ട്രിയൽ എക്സ്പ്ലോസീവ്സ് എന്ന സെക്ടറിലും ഇന്ത്യൻ സർക്കാർ മറ്റുള്ള രാജ്യങ്ങളെ ആശ്രയിക്കുന്നതും അവരിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതും കുറയ്ക്കാനായി വളരെയേറെ താല്പര്യമെടുക്കുന്ന മറ്റൊരു വിഭാഗത്തിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതാണ് ഡിഫൻസ് സെക്ടർ എന്നുള്ളത്. അപ്പം തീർച്ചയായിട്ടും ഡിഫൻസ് സെക്ടറിലെ സ്റ്റോക്കുകൾ കഴിഞ്ഞ കാലത്ത് വളരെ നല്ല റിട്ടേൺസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കമ്പനിയും ആ ഒരു കാര്യത്തിൽ ഒട്ടും പുറകിലല്ല. കമ്പനി കഴിഞ്ഞ ഒരു വർഷത്തിൽ 32% റിട്ടേൺസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കമ്പനിയുടെ പേരാണ് സോളാർ ഇൻഡസ്ട്രീസ് ഇന്ത്യ ലിമിറ്റഡ്. കമ്പനി ഡൊമസ്റ്റിക് ഇൻഡസ്ട്രിയൽ എക്സ്പ്ലോസീവ് മാർക്കറ്റിൽ 30% മാർക്കറ്റ് ഷെയർ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും, പിന്നെ എങ്ങനെയാണ് ഇവർ മോണോപ്പൊളി ആയതെന്ന്. അപ്പം അതൊന്ന് എങ്ങനെയാണുള്ളതൊക്കെ ഞാൻ പറയാം, നിങ്ങൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാം. കമ്പനി 51 രാജ്യങ്ങളിലേക്ക് അവർ ഇൻഡസ്ട്രിയൽ എക്സ്പ്ലോസീവ്സ് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ സോളാർ ഇൻഡസ്ട്രീസിന് ഇന്ത്യയിൽ നിന്നുള്ള ആകെ എക്സ്പോർട്സിൽ 70% മാർക്കറ്റ് ഷെയർ ഉണ്ട്. ഇപ്പോൾ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ പോലും സോളാർ ഇൻഡസ്ട്രീസിനെ കമ്പയർ ചെയ്യുമ്പോൾ മറ്റുള്ളവർ തീരെ ചെറുതാണ്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചിട്ടൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. പക്ഷേ നിങ്ങൾക്ക് സോളാർ ഇൻഡസ്ട്രിയുടെ വളർച്ച തുടരുമോ എന്നറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഫുള്ള് കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ കമ്പനിയുടെ ഓവർവ്യൂ നമ്മൾ നോക്കുന്നതായിരിക്കും. ബിസിനസ് മോഡൽ, കോമ്പറ്റേറ്റേഴ്സ്, മത്സര ആനുകൂല്യങ്ങൾ, പ്രധാന റിസ്ക്കും വെല്ലുവിളികളും, ഫൈനാൻഷ്യൽസ്, കണക്കുകൾ, ഒപ്പം ഉള്ളവരുമായിട്ടുള്ള ഒരു കമ്പാരിസൺ നമ്മളിന്ന് നോക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ സ്റ്റോക്ക് പെർഫോമൻസ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്യൂച്ചറും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുന്നതായിരിക്കും. സോ പെട്ടെന്ന് തന്നെ നമുക്ക് കമ്പനിയുടെ ബിസിനസ് ഓവർവ്യൂ എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കാം. സോളാർ ഇൻഡസ്ട്രീസ് 28 വർഷം മുമ്പ് 1995 തുടങ്ങിയത്. പാവപ്പെട്ടവരിൽ നിന്ന് പണക്കാരൻ എന്ന വിശേഷണത്തെ അനുയോജ്യന മിസ്റ്റർ സത്യനാരായൺ നന്ദലാൽ ന്യൂവാലാണ് സോളാർ ഇൻഡസ്ട്രീസ് തുടങ്ങിയത്. ഒരു കാലത്ത് കിടക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് അദ്ദേഹം രാത്രികൾ റെയിൽവേ സ്റ്റേഷനിൽ ചിലവഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അദ്ദേഹത്തിന് ഏകദേശം 34,000 കോടി രൂപ മൂല്യമുള്ള കമ്പനിയാണ് അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് സത്യനാരായൺ ന്യൂവാൽ ജി കമ്പനിയുടെ ചെയർമാനും നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടറുമാണ്. അദ്ദേഹത്തിന്റെ മകൻ മിസ്റ്റർ മനീഷ് ന്യൂവാലാണ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് സിഇഒ. അപ്പോൾ ലോകമെമ്പാടും 75 രാജ്യങ്ങളിൽ സാന്നിധ്യമുള്ള കമ്പനിക്ക് 35 മാനുഫാക്ചറിംഗ് യൂണിറ്റുകളുണ്ട്. അപ്പോൾ കമ്പനിയുടെ പ്രധാന കസ്റ്റമേഴ്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ സോളാർ ഇൻഡസ്ട്രിയുടെ Q4 ഫൈനാൻഷ്യൽ 2023 15% റവന്യൂ കോൾ ഇന്ത്യ ലിമിറ്റഡ് എന്നാണ് വരുന്നത്. അപ്പോൾ 20% CIL നമ്മൾ ഒഴിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ബാക്കിയെല്ലാം ഇൻസ്റ്റിറ്റ്യൂഷൻ ക്ലയൻസിൽ നിന്നാണ് വരുന്നത്. 20% ഹൗസിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചറിൽ നിന്നും, 6% ഡിഫൻസിൽ നിന്നും, 38% എക്സ്പോർട്ടിൽ നിന്നും. പക്ഷേ എന്താണ് കമ്പനി ചെയ്യുന്നത്, അതുപോലെ തന്നെ എന്താണ് ഇൻഡസ്ട്രിയൽ എക്സ്പ്ലോസീവ്സ് എന്നുള്ളത് നമുക്ക് ആദ്യം അറിയണ്ടേ. സോ നമുക്ക് കമ്പനിയുടെ ബിസിനസ് മോഡൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ കമ്പനിയുടെ റവന്യൂ നേടുന്ന 3 പ്രധാന സെക്ടറുകളുണ്ട്: എക്സ്പ്ലോസീവ്സ്, ഇനീഷ്യേറ്റീവ് സിസ്റ്റം ആൻഡ് ഡിഫൻസ്. അപ്പോൾ ആദ്യത്തേതാണ് എക്സ്പ്ലോസീവ് സെഗ്മെന്റ്സ് എന്നുള്ളത്. അപ്പോൾ അതിൽ നിന്നാണ് റവന്യൂവിൻ്റെ ഏറെ പങ്കും വരുന്നത്. അപ്പോൾ ഫൈനാൻഷ്യൽ 2022 അത് 76%. മൈനിങ്, ക്വാറി, നിർമ്മാണ മേഖല എന്നിവയിൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന അപകടകരമായ സ്ഫോടക വസ്തുക്കളാണ് ഈ ഇൻഡസ്ട്രിയൽ എക്സ്പ്ലോസീവ്സ് എന്ന് പറയുന്നത്. പക്ഷെ അവ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? അപ്പോൾ കഴിഞ്ഞ വർഷം നോയിഡയിൽ സൂപ്പർ ടെക്നിക് ടിൻ ടവറുകൾ സുപ്രീം കോടതി വിധി അനുസരിച്ച് പൊളിച്ചു കളഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അപ്പോൾ 3700 കിലോ സ്ഫോടക വസ്തുക്കളാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചത്. അങ്ങനെ 40 നിലയുള്ള ബിൽഡിംഗ് വെറും 9 സെക്കൻഡിൽ തകർത്തു. ഇത് വെറും കെട്ടിടങ്ങൾ മാത്രം തകർക്കാനുള്ള എക്സ്പ്ലോസീവ്സ് ആണോ? അല്ല, ഇത് മൈനിങ് സെക്ടറിലും ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ മൈനുകൾക്ക് ആവശ്യമായിട്ടുള്ള മിനറൽസ് ഒക്കെ വേഗത്തിൽ മൈൻ ചെയ്തെടുക്കാൻ, പാറകൾ പൊട്ടിക്കാനൊക്കെ ഇത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കോൾ ഇന്ത്യയാണ് അവരുടെ ഒരു പ്രമുഖ കസ്റ്റമർ എന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് ആകെ റവന്യൂടെ 15% നേടിക്കൊടുക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, എക്സ്പ്ലോസീവ്സ് റോഡ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഹിമാചൽ പ്രദേശിലൊക്കെ പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ജമ്മു ആൻഡ് കാശ്മീരിൽ മാതാ വൈഷ്ണോ ദേവിയൊക്കെ കയറിയിട്ടുണ്ടാവും. അപ്പോൾ ഈ മലകളിലൂടെ ഇങ്ങനെയാണ് ഇത്രയും വൃത്തിയുള്ള സ്ട്രെയിറ്റ് റോഡുകൾ ഉണ്ടാക്കിയെന്ന് നിങ്ങൾ കണ്ടോ? അപ്പോൾ ഈ മലകളിലൂടെ റോഡ് ഉണ്ടാക്കാൻ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതിന് പുറമെ എക്സ്പ്ലോസീവ്സ് ഹൈഡ്രോ പ്രോജക്റ്റ്, ഹൗസിംഗ് പ്രോജക്ട്സ്, കിണർ ഒഴിക്കാൻ, ഭൂകമ്പത്തെക്കുറിച്ച് പഠിക്കാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ സോളാർ ഇൻഡസ്ട്രീസിൻ്റെ രണ്ടാമത്തെ വിഭാഗം ഇനീഷ്യേറ്റീവ് സിസ്റ്റമാണ്. അപ്പോൾ ഇനീഷ്യേറ്റീവ് സിസ്റ്റംസ് പ്രത്യേക സമയത്ത് ശരിയായ ക്രമത്തിൽ വിശ്വസനീയവും സുരക്ഷിതവുമായ സ്ഫോടക വസ്തുക്കൾ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. അപ്പോൾ ഫൈനാൻഷ്യൽ 2022 ഇനീഷ്യേറ്റീവ് സിസ്റ്റം സെഗ്മെന്റിന് 15% മാർക്കറ്റ് ഷെയർ ഉണ്ടായിരുന്നു. അപ്പോൾ ഫൈനാൻഷ്യൽ 2022 9% റവന്യൂ ഷെയർ ഉള്ള ഡിഫൻസ് സെഗ്മെന്റാണ് മൂന്നാമത്തത്. അപ്പോൾ കമ്പനി ഡിഫൻസ് വിഭാഗത്തിൽ കമ്പനി എന്താണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്?
RDX TNT പോലെയുള്ള ഉയർന്ന ഊർജ്ജമുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്നു. ബഹമോസ്, പിനാക്ക പോലെയുള്ള മിസൈലുകൾക്ക് വേണ്ടിയിട്ടുള്ള കോമ്പോസിറ്റ് പ്രൊപ്പൻറ്റുകൾസ് ഉണ്ടാക്കുന്നു. കമ്പനി റോക്കറ്റ് ഇൻ്റഗ്രേഷനിലും ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കൊമേഴ്ഷ്യൽ എക്സിക്യൂഷൻ, മൾട്ടി മോഡൽ ഹാൻഡ് ഗ്രനേഡ്സ് ഓർഡർ കമ്പനി എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ശത്രുക്കളുടെ എനിമി ട്രൂപ്സ്, ടാങ്കേഴ്സ്, വെഹിക്കിൾ എന്നിവ നശിപ്പിക്കാൻ വേണ്ടി ഡ്രോൺ അവരിപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഡിഫൻസ് സെക്ടറിലെ ഡൊമസ്റ്റിക് കമ്പനികൾക്ക് ഇപ്പോൾ സർക്കാർ നയങ്ങൾ കാരണം ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യൻ ഡിഫൻസ് ആവശ്യങ്ങളുടെ 68% ലോക്കലായി വാങ്ങുമെന്ന് സർക്കാരിന്റെ തീരുമാനം. ഇന്ത്യൻ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ബഡ്ജറ്റ് 25% പ്രൈവറ്റ് സെക്ടറിന് നൽകുമെന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ട് ഡിഫൻസ് വിഭാഗത്തിലെ കമ്പനിയുടെ റവന്യൂ നല്ല രീതിയിൽ വർദ്ധിക്കുമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഇനി നമുക്ക് സോളാർ ഇൻഡസ്ട്രിയുടെ എതിരാളികളെയും അവരുടെ മാർക്കറ്റ് ഷെയർ എന്താണെന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ സോളാർ ഇൻഡസ്ട്രി ഡൊമസ്റ്റിക് എക്സ്പ്ലോസീവ് മാർക്കറ്റ് 30% മാർക്കറ്റ് ഷെയർ ഉണ്ട്. അപ്പം ഞാൻ എതിരാളികളുടെ മാർക്കറ്റ് ഷെയർ വിവരങ്ങൾ എടുക്കാൻ വേണ്ടി നോക്കിയപ്പോൾ എനിക്ക് 2015 വിവരങ്ങളാണ് കിട്ടിയത്. അതനുസരിച്ച് എതിരാളിയുടെ മാർക്കറ്റ് ഷെയർ വരുന്നത് ഇതുപോലെയാണ്. ഒറീക്ക 16%, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ 11%, ഗൾഫ് ഓയിൽ 10%, കെൽടെക് എനർജീസ് 5%, പ്രീമിയം എക്സ്പ്ലോസീവ്സ് 5%, പിന്നെ മറ്റ് എതിരാളികളെല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു 29%. ഇതിനർത്ഥം സോളാർ ഇൻഡസ്ട്രീസിന് മാർക്കറ്റ് ഷെയർ ഇന്ത്യയിലെ ഡൊമസ്റ്റിക് മാർക്കറ്റിലെ ഏറ്റവും അടുത്ത എതിരാളികളുടെ 50%-ലധികമാണ്. കൂടാതെ മറ്റെല്ലാ എതിരാളികളുടെ റവന്യൂ ഷെയർ വളരെ കുറവാണ്. ഇപ്പോൾ കമ്പനി ഇൻഡസ്ട്രിയൽ എക്സ്പ്ലോസീവ് വിഭാഗത്തിൽ പ്രമുഖ സ്ഥാനം ദീർഘകാലത്തേക്ക് നിലനിർത്താൻ മാത്രമല്ല ചെയ്ത് ഡിഫൻസ് സെക്ടറിലേക്ക് നീങ്ങുകയും കൂടിയും ചെയ്തു. അപ്പോൾ ഇത് കാണിക്കുന്നത് കമ്പനിക്ക് പുതിയ കണ്ടെത്തലുകളുടെയും അതുപോലെ തന്നെ ഇൻ്റഗ്രേഷനിലൂടെയും പ്രമുഖ സ്ഥാനം വളർത്താനും അവരുടെ പ്രൊഡക്റ്റുകൾ കൊണ്ട് ഇങ്ങനെ പ്രൊഡക്റ്റും റവന്യൂ വികസിപ്പിക്കാൻ കഴിഞ്ഞു എന്നാണ്. അപ്പോൾ സോളാർ ഇൻഡസ്ട്രിയുടെ ഓപ്പറേറ്റിംഗ് ഇൻകം മറ്റ് നേരിട്ടുള്ള എതിരാളികളെക്കാളും വളരെ കൂടുതലാണെന്ന് നമുക്ക് കാണാം. സോളാർ ഇൻഡസ്ട്രീസിന്റെ ഓപ്പറേറ്റിംഗ് ഇൻകം 7,707 കോടി രൂപയാണ്. അപ്പോൾ അടുത്ത എതിരാളികൾക്ക് 701.32 കോടി രൂപ ഇൻകം മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് കമ്പനി അവർ കോമ്പറ്റേറ്റേഴ്സിന് ഒരു കോമ്പറ്റേറ്റീവ് എഡ്ജ് നൽകിയ കുറച്ച് മെയിൻ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അത് ആദ്യം വരുന്നതാണ് എൻട്രി ബാരിയർ എന്നുള്ളത്. അപ്പോൾ എൻട്രി ബാരിയർ സോളാർ ഇൻഡസ്ട്രീസിന് ഈ ഒരു ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്ന ഏതൊരു കമ്പനിക്കും വലിയൊരു ആനുകൂല്യമാണ്. അപ്പം നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഇപ്പോൾ കുറേ സലൂണ്, ജിമ്മ്, റെസ്റ്റോറൻ്റ് ഒക്കെ കാണുമല്ലോ. ഒന്നെങ്കിൽ ഇതിന് ലൈസൻസ് വേണ്ട, അല്ലെങ്കിൽ ഇത് നമുക്ക് എളുപ്പത്തിൽ ലഭ്യമാണ്. അപ്പോൾ ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ ഒന്നും അധികമായിട്ട് വരുന്നില്ല ഇവിടെ. പക്ഷേ എക്സ്പ്ലോസീവ് ഇൻഡസ്ട്രിയിൽ കമ്പനിക്ക് ഇൻഡസ്ട്രിയൽ ലൈസൻസ് എടുക്കണം. അപ്പോൾ ഗവൺമെൻറ് ചീഫ് കൺട്രോൾ ഓഫ് എക്സ്പ്ലോസീവ്സ്, ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് മൈൻ സേഫ്റ്റി എന്നിവരിൽ നിന്ന് വിവിധ തരത്തിലുള്ള ക്ലിയറൻസും ഇവർക്ക് ആവശ്യമുണ്ട്. ഇനി രണ്ടാമത് റോ മെറ്റീരിയൽ കണ്ടെത്തലാണ്. അപ്പോൾ അമോണിയം നൈട്രേറ്റ് ഒഴികെ കമ്പനി എല്ലാ റോ മെറ്റീരിയൽസും സ്വയമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്താണ് റോ മെറ്റീരിയൽസ്? അപ്പോൾ ഡിറ്റോണേറ്റർ കോമ്പോണൻസ്, എമുൾസിഫയർ, സോഡിയം നൈട്രേറ്റ്, കാൽസ്യം നൈട്രേറ്റ് ഇതെല്ലാം ഇൻറ്റേർണലായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ കോസ്റ്റ് ലാഭിക്കുന്നുണ്ട്. കൂടാതെ ക്വാളിറ്റി ഇവർ ഉറപ്പാക്കുന്നുണ്ട്. അടുത്തത് മാനുഫാക്ചറിങ് യൂണിറ്റുകളുടെ ലൊക്കേഷനാണ്. അപ്പോൾ സോളാർ ഇൻഡസ്ട്രിയുടെ ബൾക്ക് എക്സ്പ്ലോസീവ് മാനുഫാക്ചറിങ് യൂണിറ്റുകൾ പ്രധാന മൈനുകളിൽ നിന്ന് ഏകദേശം 50 മുതൽ 60 കിലോമീറ്ററിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഫാക്ടറീസ് ഒക്കെ അവരുടെ ലൊക്കേഷനിൽ നിന്ന് വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ കമ്പനിക്ക് ക്ലയൻസുമായിട്ട് നല്ല ബന്ധം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കേസിൽ ക്ലയൻറ്റ് ചായ്വ് അവരിലേക്കാകും. അപ്പോൾ സോളാറിൻ്റെ മികച്ച രീതിയിലുള്ള കോസ്റ്റിംഗ് നടത്താൻ വേണ്ടിയിട്ട് കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഇനി നാലാമത്തെ കാര്യം വരുന്നതാണ് വിലവർദ്ധന ഉപാധി എന്നുള്ളതാണ്. അപ്പോൾ പല ഇൻഡസ്ട്രികൾക്കും റോ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് കൊടുക്കുമ്പോൾ കമ്പനിക്ക് അത് കസ്റ്റമേഴ്സിലേക്ക് നൽകാൻ വേണ്ടി കഴിയില്ല. അങ്ങനെ പ്രോഫിറ്റ് മാർജിൻ കുറയുന്നുണ്ട്. പക്ഷേ ഈ കാര്യം സോളാർ ഇൻഡസ്ട്രിയിൽ ഉണ്ടാവത്തില്ല. കാരണം ക്ലയൻസുമായിട്ട് അവരുടെ വില വർധന ഉപാധി പ്രകാരം റോ മെറ്റീരിയലിൻ്റെ വില കൂടുമ്പോൾ, പ്രധാനമായിട്ട് ഇപ്പോൾ അമോണിയം നൈട്രേറ്റിൻ്റെ ഒക്കെ വില കൂടുമ്പോൾ അവർക്ക് ക്ലയൻസിലേക്ക് നൽകി മാർജിൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് സോളാർ ഇൻഡസ്ട്രിയുടെ ഓപ്പറേറ്റിംഗ് മാർജിൻ എപ്പോഴും ഒരു 18 മുതൽ 20% സ്റ്റേബിളായിട്ട് ഇരിക്കുന്നത്. നമ്മൾ കഴിവുകൾ ഡിസ്കസ് ചെയ്തു. പക്ഷേ സോളാർ ഇൻഡസ്ട്രിയുടെ ബിസിനസ്സിൽ വെല്ലുവിളികളും നോക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ ആദ്യത്തെ പേരാണ് അമോണിയം നൈട്രേറ്റിന് വില വ്യത്യാസമാണ്. അപ്പോൾ എക്സ്പ്ലോസീവ് സെഗ്മെന്റിലും പിന്നെ അമ്യൂണേഷൻ അതുപോലെ പ്രൊപ്പലൻസിലും കമ്പനിക്ക് പ്രധാനമായിട്ട് റവന്യൂ നേടിക്കൊടുക്കുന്നത്. അപ്പോൾ അമോണിയം നൈട്രേറ്റ് സ്ഫോടക വസ്തുക്കളുടെ 60%, പ്രൊപ്പലൻസിൻ്റെ 40% വരുന്നത്. അതായത് സോളാർ ഇൻഡസ്ട്രിയിൽ അമോണിയം നൈട്രേറ്റ് ഒരു പ്രധാന റോ മെറ്റീരിയൽ തന്നെയാണ്. ഇനി കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഫൈനാൻഷ്യൽ 2022 ഫൈനാൻഷ്യൽ 2023 സോളാർ ഇൻഡസ്ട്രിയുടെ റവന്യൂയിലും പ്രോഫിറ്റിലും ഒരു വമ്പിച്ച വർധന ഉണ്ടായെന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. കമ്പനിയുടെ ഈ ഒരു വമ്പിച്ച പെർഫോമൻസിന് പിന്നിൽ അമോണിയം നൈട്രേറ്റിന്റെ വില വമ്പിച്ച വർധനയാണ് കാരണമെന്ന് മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ്. അപ്പം അതിന്റെ കാരണം റഷ്യ ഉക്രൈൻ യുദ്ധമാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അമോണിയം നൈട്രേറ്റിന്റെ വില തകരുകയോ വല്ലാതെ കുറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ കണക്കുകളെ അത് ബാധിക്കും. അടുത്തത് റെഗുലേറ്ററി റിസ്ക് ആണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ സ്ട്രെങ്ത് വേണമെങ്കിൽ നിങ്ങളുടെ
ഫയലുകൾ കൂട്ടിക്കെട്ടാൻ കാരണമായേക്കാം. അപ്പോൾ സ്ഫോടക വസ്തുക്കളുടെ നിർമ്മാണം, വിതരണം, സ്റ്റോക്കിംഗ് ഇതിലൊക്കെ ലൈസൻസ് വേണം. പക്ഷേ അതിന്റെ വിൽപ്പന പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനൈസേഷൻ ജോയിന്റ് ചീഫ് കൺട്രോൾ ഓഫ് എക്സ്പ്ലോസീവ്സ് ആണ് നിർവഹിക്കുന്നത്. ഇപ്പോൾ ഈ സ്ഫോടക വസ്തുക്കൾ അപകടകരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും കിട്ടിക്കൂടാ. അതിനാൽ തന്നെ അത് പരിമിതപ്പെടുത്തിയിരിക്കണം. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അത് മിസ്യൂസ് ചെയ്യപ്പെടില്ല. എന്നാൽ സോളാർ ഇൻഡസ്ട്രിയുടെ കർശന മുൻകരുതലുകൾ എടുക്കുന്നത് കൂടാതെ സേഫ് എക്സിലെ അംഗവുമാണ് അവർ. ഇപ്പോൾ സ്ഫോടക വസ്തുക്കൾ വ്യവസായത്തിൽ സുരക്ഷാ സ്റ്റാൻഡുകളുടെ മികച്ച മാർഗങ്ങൾ പ്രചരിപ്പിക്കാനുള്ള ആഗോള സ്ഥാപനമാണ് ഈ സേഫ് എക്സ് എന്നുള്ളത്. മൂന്നാമത് ഫോറക്സ് റിസ്ക് ആണ്. അപ്പോൾ കമ്പനി ചില റോ മെറ്റീരിയൽസ് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ ചില പ്രവർത്തനങ്ങൾ വിദേശ രാജ്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ കമ്പനിയിൽ ഫോറക്സ് റിസ്ക് വരുന്നുണ്ട്. ഇപ്പം എനിക്ക് നാളെ ഇപ്പോൾ ഡോളറിന് 81 രൂപ നിരക്കിൽ $100 സാധനം വാങ്ങണമെന്നിരിക്കട്ടെ. പക്ഷേ രൂപയുടെ മൂല്യം കുറഞ്ഞ് ഡോളറിന് 90 രൂപയായെന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ ഞാൻ 8100 രൂപയ്ക്ക് പകരം 9000 രൂപ കൊടുക്കണം. അപ്പോൾ ഈ കറൻസി മൂല്യത്തകർച്ച കാരണം കമ്പനിക്ക് ഫൈനാൻഷ്യൽ 2022 46 കോടി രൂപ നഷ്ടം സഹിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ റിസ്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് കമ്പനി ഇമ്പോർട്ട് കോൺട്രാക്റ്റുകൾ പരിമിതപ്പെടുത്താൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇനി ലാസ്റ്റ് വൺ, വർക്കിംഗ് ക്യാപിറ്റൽ റിസ്ക്. അപ്പോൾ വലിയ കോർപ്പറേറ്റുകൾക്ക് സർക്കാർ അല്ലെങ്കിൽ കോൾ ഇന്ത്യ ലിമിറ്റഡ് പോലെയുള്ള സർക്കാർ സ്ഥാപനങ്ങളാണ് മിക്ക ക്ലയൻസും വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ പേയ്മെന്റ് വൈകുമെന്നുള്ളത് വലിയൊരു റിസ്ക് തന്നെയാണ്. അപ്പോൾ ഇത് കാരണം അവർ വർക്കിംഗ് ക്യാപിറ്റൽ ബാധിക്കപ്പെട്ടേക്കാം. എന്നാൽ ഈ റിസ്ക് ഒഴിവാക്കാൻ കമ്പനി ഇൻഫ്രാ ക്ലയൻസ്, റിയൽ എസ്റ്റേറ്റ് കമ്പനികൾ, സർക്കാർ സ്ഥാപനങ്ങൾ എന്നിങ്ങനെ പലതരത്തിലുള്ള ക്ലയൻസിലേക്ക് നീങ്ങുന്നുണ്ട്. ഇനി നമുക്ക് കമ്പനിയുടെ കണക്കുകൾ നമുക്ക് നോക്കാം. കഴിഞ്ഞ കുറേ വർഷങ്ങളായി സോളാർ ഇൻഡസ്ട്രിയുടെ റവന്യൂവും പ്രോഫിറ്റും കൂടിയെന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഫൈനാൻഷ്യൽ 2022 ഫൈനാൻഷ്യൽ 2023. ഫൈനാൻഷ്യൽ 2023 സോളാർ ഇൻഡസ്ട്രീസ് സെയിൽ ഇയർ ഓൺ ഇയർ 75%, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 78% കൂടി. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ ഒരു പരിധിവരെ വർദ്ധിച്ചു വരുന്ന വോളിയമായ 13% ഇതിന് കാരണം. പക്ഷേ മൂല്യത്തിൽ വമ്പിച്ച വർധന ഉണ്ടാക്കിയ അമോണിയം നൈട്രേറ്റിന്റെ വിലയും ഇതിന് കാരണമായി നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. പക്ഷേ ഇപ്പോൾ അമോണിയം നൈട്രേറ്റിന്റെ വില ശരിയായി വരുന്നുണ്ട്. അപ്പോൾ ഇത് കാരണം കമ്പനിക്ക് റവന്യൂ വളർച്ച വേഗം തുടരാൻ വേണ്ടിയിട്ട് കഴിയോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. 31 മാർച്ച് 2023 പ്രകാരം കമ്പനിക്ക് 2944 കോടി രൂപയുടെ ശക്തമായ ഓർഡർ ബുക്കാണുള്ളത്. ഇത് ഫൈനാൻഷ്യൽ 2023 ആകെ റവന്യൂവിന്റെ 43%. അപ്പോൾ കമ്പനിയുടെ കടത്തെക്കുറിച്ച് പറഞ്ഞാൽ ഈ കൊല്ലം കടം 888 കോടിയിൽ നിന്ന് 1195 കോടി രൂപയിലേക്ക് എത്തി. അത് ഏകദേശം 35% വർധനയാണിത്. അപ്പം അത് നിങ്ങളെ ബാധിക്കുമോ? ഇല്ല. നമ്മൾ കടത്തെ ഇക്വിറ്റി ആയിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കേണ്ടത്. അപ്പോൾ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ 2018 0.48 ആയിരുന്നു. അത് ഫൈനാൻഷ്യൽ 2023 കുറച്ച് കുറഞ്ഞ് 0.46 എത്തിയിട്ടുണ്ട്. പക്ഷെ ഒരു കമ്പനി പ്രോഫിറ്റ് കൂടുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് കടം വരുന്നത്? അപ്പോൾ ശരിക്കും കമ്പനിയുടെ കപ്പാസിറ്റി എക്സ്പാൻഡ് ചെയ്യാൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫൈനാൻഷ്യൽ 2022 കമ്പനിയുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ 293 കോടി രൂപയായിരുന്നു. അത് ഫൈനാൻഷ്യൽ 2023 471 കോടി രൂപയായിട്ട് കൂടി. ഫൈനാൻഷ്യൽ 2023 ആകെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ 160 കോടി രൂപ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഡിഫൻസ് വിഭാഗത്തിൽ ചെലവാക്കും. 100 കോടി രൂപ വിദേശ വിഭാഗങ്ങളും ബാക്കി ജിയോഗ്രഫിക്കൽ അതുപോലെ പോർട്ട്ഫോളിയോ എക്സ്പാൻഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺസ് നോക്കിയാൽ പല ക്വാർട്ടറിലായിട്ട് പ്രൊമോട്ടറുടെ ഓഹരി 73.15% നിലനിൽക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ പ്രൊമോട്ടർമാരുടെ ഷെയർ വിൽക്കുന്നതിന് പല കാരണങ്ങളുണ്ട്. പക്ഷെ നിങ്ങളുടെ ഓഹരി നിലനിർത്താനും വർദ്ധിപ്പിക്കാനും ഒരേ ഒരു കാരണമേ ഉള്ളൂ. അത് ബിസിനസ്സിൽ പ്രൊമോട്ടേഴ്സിന്റെ വിശ്വാസമാണ്. അപ്പോൾ കഴിഞ്ഞ 11-12 ക്വാർട്ടറിലായിട്ട് DIOകൾ അവരുടെ ഓഹരി കുറച്ചിട്ടുണ്ട്. എന്നാൽ FIOകളുടെ ഓഹരി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ മാർച്ച് 2023 ക്വാർട്ടറിൽ മാത്രം FIOകളുടെ ഭാഗത്തു നിന്ന് ആകെ വിൽപ്പനയിൽ ഒരു ചെറിയ വർധനമുണ്ട്. ഇനി നമുക്ക് ഡയറക്ട്ലി ലിസ്റ്റഡ് കോമ്പറ്റേറ്റേഴ്സിനെ കുറച്ച് മെയിൻ ഫൈനാൻഷ്യൽ റേഷ്യോസ് ആയിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. അപ്പോൾ സോളാർ ഇൻഡസ്ട്രീസിന്റെ ഏറ്റവും അടുത്ത എതിരാളികൾ കെൽടെക് എനർജീസും പ്രീമിയം എക്സ്പ്ലോസീവ്സും ആണ്. അപ്പോൾ രണ്ട് കമ്പനികളും സോളാർ ഇൻഡസ്ട്രീസിൽ വെച്ച് നോക്കുമ്പോൾ വളരെ ചെറുതാണ്. അപ്പോൾ മൂല്യത്തിന്റെ കാര്യത്തിൽ സോളാർ ഇൻഡസ്ട്രീസിന്റെ പി കെൽടെക്കിനേക്കാളും 44.5 കൂടുതലാണ്. അതുപോലെ പ്രീമിയം എക്സ്പ്ലോസീവിനേക്കാളും കുറവാണ്. എന്നാൽ സെയിൽസ് വളർച്ച, ROE, ROC എന്നീ 3 ഘട്ടങ്ങളിൽ സോളാർ മറ്റ് 2 കമ്പനിയേക്കാളും വലിയ മാർജിനിലാണ് പ്രചരിക്കപ്പെടുന്നത്. അപ്പോൾ 3 കമ്പനികളുടെയും ഡെറ്റ് ടു ഇക്വിറ്റി ഒരേപോലെയാണ്. പക്ഷേ സോളാർ ഇൻഡസ്ട്രിയുടെ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോയുടെ കാര്യത്തിൽ മറ്റ് 2 കമ്പനിയേക്കാൾ വളരെ മെച്ചമാണ്. അപ്പോൾ കമ്പനിയുടെ ഇൻട്രസ്റ്റ് കവറേജ് 13.2 തവണയാണ്. ഓപ്പറേറ്റിംഗ് മാർജിൻസ് നോക്കിയാൽ സോളാർ ഇൻഡസ്ട്രീസ് മുന്നിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് മാർജിൻ 18.6%. ഇനി നമുക്ക് ക്യാഷ് കൺവേർഷൻ സൈക്കിൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഏറ്റവും കുറഞ്ഞ ഇൻവെന്ററി ഹോൾഡിംഗ് ഡേയ്സ് കെൽടെക്കിന്റെ 32 ദിവസമാണ്. അടുത്ത സോളാർ ഇൻഡസ്ട്രീസിന്റെ 92 ദിവസമാണ്. പ്രീമിയം എക്സ്പ്ലോസീവ്സിന്റെ 142 ദിവസം.
ദിവസമാണ്. അപ്പോൾ ഇൻവെന്ററി ദിവസങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ദിവസത്തിൽ കമ്പനിയുടെ റോ മെറ്റീരിയൽസ് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി സെയിൽസിലേക്ക് ആഡ് ചെയ്യുന്നു എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുറവാണ് ഏറ്റവും നല്ലതായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ നെറ്റ് ടു നെറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും വേഗം കൂടിയ ക്യാഷ് കൺവേർഷൻ സൈക്കിളുള്ള കമ്പനി എന്നാൽ ഏറ്റവും വേഗത്തിൽ ഇൻവെന്ററി ക്യാഷ് ആക്കാൻ സാധിക്കുന്ന കമ്പനിയാണെന്നാണ്. അത് വീണ്ടും 26 ദിവസമുള്ള കെൽടെക് ആണ് ഉള്ളത്. അപ്പം അവർ ക്രെഡിറ്റേഴ്സിന് വളരെ വൈകി പണം കൊടുക്കുന്നു എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സോളാർ ഇൻഡസ്ട്രിയുടെ ക്യാഷ് കൺവേർഷൻ സൈക്കിൾ 95 ദിവസമാണ്. എന്നാൽ പ്രീമിയം എക്സ്പ്ലോസീവ്സിന്റെ 191 ദിവസമാണ്. ഇനി നമുക്ക് സോളാർ ഇൻഡസ്ട്രീസിനെ ഷെയർ മാർക്കറ്റിൽ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ കമ്പനിയുടെ സ്റ്റോക്ക് കഴിഞ്ഞ ഒരു വർഷത്തിൽ 32% കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷങ്ങളിൽ ഏകദേശം 230%. അപ്പോൾ അതിനുള്ള കാരണം ഹിഡൻ വോളിയം ഗ്രോത്തും ചിലപ്പോൾ അത് വർദ്ധിച്ച റോ മെറ്റീരിയൽ വിലകളാണ്. അത് കമ്പനി കസ്റ്റമേഴ്സിലേക്ക് നൽകിയത് കൊണ്ടായിരിക്കാം. ജാനുവരി 2023 മുതൽ ഇന്ന് വരെ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ ഷെയർ പ്രൈസ് 16% ശരിയായിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ ഒരു മാസത്തിൽ അത് 2.5% മാത്രമാണ്. അപ്പോൾ അമോണിയം നൈട്രേറ്റിന്റെ കുറയുന്ന വിലയാകും അതിന്റെ പിന്നിലെ കാരണം. കഴിഞ്ഞ 5 വർഷത്തിൽ ലോങ് ടേം റിട്ടേൺസ് നോക്കിയാൽ സോളാർ ഇൻഡസ്ട്രിയുടെ സ്റ്റോക്ക് 250% കൂടി. എന്നാൽ 2006 ലിസ്റ്റിംഗിന് ശേഷം 8000 തവണ എന്ന വമ്പിച്ച വർധനയാണ് ഉണ്ടായിട്ടുള്ളത്. ഇനി അവസാനമായിട്ട് നമുക്ക് എക്സ്പേർട്സിന്റെ കാഴ്ചപ്പാടിൽ സോളാർ ഇൻഡസ്ട്രിയുടെ ഭാവി എന്താകും എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ മാനേജ്മെന്റ് നിർദ്ദേശത്തെക്കുറിച്ച് സംസാരിച്ച ഭാവിയുടെ ആവശ്യങ്ങളിൽ അവർ ബുള്ളിഷാണ്. അപ്പോൾ ഫൈനാൻഷ്യൽ 2023 കുറച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ റവന്യൂ വളർച്ച 45 മുതൽ 50% ആയിരിക്കുമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. എബിറ്റ മാർജിൻ 18.5% അതുപോലെ 20% ഇടയ്ക്കായിരിക്കും. അപ്പോൾ അത് മീറ്റ് ചെയ്തോ? തീർച്ചയായും അത് നടന്നു. അപ്പോൾ ഈ കണക്കുകൾ നിറവേറ്റിയെന്ന് മാത്രമല്ല അതിലും കൂടി. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഫൈനാൻഷ്യൽ 2020 മുതൽ 75% സെയിൽസ് വളർച്ച ഉണ്ടായിരുന്നു. എബിറ്റ മാർജിൻ 19% കൂടുതലായിരുന്നു. ഇനി പറയാൻ പോകുന്ന കാരണത്താൽ റവന്യൂ കൂടുമെന്നാണ് കമ്പനി വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം വരുന്നതാണ് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റിൽ ഗവൺമെന്റ് ചെലവാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന കൂടുതൽ തുകയാണ്. രണ്ടാമത് മൈനിങ് നേട്ടങ്ങളിൽ നിന്ന് ഗവൺമെന്റിന്റെ വർദ്ധിച്ച ശ്രദ്ധ. ഇനി മൂന്നാമത് ഡിഫൻസ് സെക്ടർ പ്രൈവറ്റൈസ് ചെയ്യാനും ഇമ്പോർട്ടിന് പകരം ലോക്കലായി നേടാനുള്ള തീരുമാനമാണ്. ഇതിന് പുറമെ കമ്പനിയുടെ മാനേജ്മെന്റ് 2024 ഫൈനാൻഷ്യൽ ഇയറിൽ പ്രധാനമായി വോളിയം അടിസ്ഥാനമായി 15 മുതൽ 20% റവന്യൂ വർദ്ധിച്ചേക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഫൈനാൻഷ്യൽ 2024 സോളാർ ഇൻഡസ്ട്രിയുടെ മൊത്തം 750 കോടി രൂപയുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വേണമെന്നുണ്ട്. അതിൽ നിന്ന് 350 കോടി രൂപ ഡിഫൻസ് സെക്ടറിന് മാത്രം നീക്കി വെച്ചിരിക്കുന്നത്. 150 കോടി രൂപ വിദേശ രാജ്യങ്ങളിലേക്കും 250 കോടി രൂപ ഡൊമസ്റ്റിക് എക്സ്പ്ലോസീവ്സിനുമാണ്. 2025 ഫൈനാൻഷ്യൽ ഇയറിൽ മാനേജ്മെന്റ് 600 മുതൽ 700 കോടി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നിർദ്ദേശിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, ചില വിദഗ്ധർ പറയുന്നത് ദിവസം കഴിയുന്തോറും സോളാർ ഇൻഡസ്ട്രിയൽ സ്റ്റോക്ക് പെർഫോമൻസ് മോശമാകുമെന്നാണ്. അപ്പോൾ പ്രധാന കാരണങ്ങളൊന്ന് അമോണിയം നൈട്രേറ്റിന്റെ കുറയുന്ന വിലയാണ്. പക്ഷെ മറ്റൊരു പ്രധാന കാരണമുണ്ട്. സോളാർ ഇൻഡസ്ട്രി ഒരു സർക്കാർ നിയന്ത്രിത റിപ്പോർട്ടാണെന്നും അത്തരത്തിലുള്ള ബിസിനസ്സുകൾ സാധാരണമായി വിലയിൽ വാല്യൂഷനിൽ ട്രേഡ് ചെയ്യില്ല എന്നതാണ്. അപ്പോൾ സോളാർ ഇൻഡസ്ട്രിയുടെ പി ഒരു FMCG കമ്പനിയേക്കാളും 46 തവണയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സ് ഈ ഒരു നിലയിൽ നിങ്ങളുടെ എൻട്രി പോയിന്റുകളെ കുറിച്ച് വളരെ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. സോ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇതുവരെ നിങ്ങൾ കണ്ടിരുന്ന ഒരാളാണെങ്കിൽ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങൾ മെൻഷൻ ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ മോണോപോളിഷ് സീരീസിൽ നിങ്ങൾക്ക് ഏത് കമ്പനിയാണ് അടുത്ത കവർ ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കോണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ മറക്കണ്ട. അപ്പോൾ ഒരു കാര്യം നമ്മളിവിടെ ഓർമ്മിപ്പിക്കുകയാണ്, ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുള്ളി എഡ്യൂക്കേഷണൽ പർപ്പസിനാണ് കവർ ചെയ്തിരിക്കുന്നത്. ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. സോ നമുക്ക് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.